ഫ്രണ്ട്സ്, എല്ലാവർക്കും എഡ്യൂക്കേറ്റഡ് ലേണിംഗിലേക്ക് സ്വാഗതം. എൻ്റെ പേര് കിറ്റിലാൽ VS, നിങ്ങളുടെ സ്വന്തം KVS. കഴിഞ്ഞ ഒരു 20 വർഷക്കാലമായി കേരളത്തിനകത്തും പുറത്തുമുള്ള എൻട്രൻസിന് പഠിക്കുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. നിങ്ങളെപ്പോലെ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം ഫിസിക്സ് എന്ന സബ്ജക്റ്റ് തന്നെയാണ്. കേരളത്തിൽ ധാരാളം ഓൺലൈൻ ചാനലുകളും യൂട്യൂബ് ചാനലുകളും ഒക്കെ ഉണ്ട്. പക്ഷേ അതിനിടയിൽ ഈ ഒരു പുതിയൊരു ചാനലിൻ്റെ പ്രസക്തി എന്തെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. മറ്റ് സബ്ജക്റ്റുകളെ അപേക്ഷിച്ച് എന്തുകൊണ്ട് ഫിസിക്സ് ഇത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാകുന്നു? അത് നിങ്ങളെന്ന വിദ്യാർത്ഥികൾ അത് കൺസെപ്റ്റ് ശരിയായ രീതിയിൽ ഉൾക്കൊണ്ട് പഠിക്കാത്തതിൻ്റെയും പ്രോബ്ലങ്ങൾ ധാരാളം ചെയ്യാത്തതിൻ്റെയും കുറവ് തന്നെയാണ്. ഫിസിക്സ് എന്ന സബ്ജക്റ്റ് സിമ്പിളായി മനസ്സിലാക്കുവാൻ ആദ്യം നിങ്ങളെന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടത് ആ സബ്ജക്റ്റിനോട് താല്പര്യം ഉണ്ടാകുക എന്നതാണ്. മാത്രമല്ല, ആ അധ്യാപകൻ നിങ്ങൾക്ക് സുപരിചിതനായ ഒരു സുഹൃത്താണെങ്കിലും എന്നാൽ അങ്ങനെ ഒരു സുഹൃത്താണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങളുടെ അടുത്തെത്തുന്നത്. അത് മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം RRP. ഹായ് മക്കളെ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം RRP ആണ്. ഞാനിങ്ങനെ കിറ്റി സാർ എന്നെപ്പറ്റി പറയുന്ന കാര്യമൊക്കെ കേട്ടിങ്ങനെ സന്തോഷത്തോടെ കേട്ടിരിക്കുകയായിരുന്നു. മക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എൻട്രൻസിനുള്ള നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ പ്രോപ്പറായിട്ട് പോകുന്നു എന്നതാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഇതിനു മുമ്പും പല മാധ്യമങ്ങളിലൂടെയും വേറെ ചാനൽ വഴിയൊക്കെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ള സുഹൃത്തുക്കൾ തന്നെയാണ് സാറ് പറഞ്ഞതുപോലെ. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 8-9 വർഷക്കാലമായി ഒരു എൻട്രൻസ് അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ഈ ഫീൽഡിലെത്തിയിട്ട് കേരളത്തിൽ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന സോ കോൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിപ്പിക്കാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട്. ആ കാരണത്താൽ തന്നെ കേരളത്തിലെ നമ്പർ 1 വിദ്യാർത്ഥികളെ ഞാൻ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാരണത്താൽ തന്നെ ഞാൻ പഠിപ്പിച്ച മെജോറിറ്റി വിദ്യാർത്ഥികളും ഇന്ന് എയിംസുകളിലും അതുപോലെ തന്നെ IITകളിലും ഈവൻ കേരളത്തിലെ ഒരുപാട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ, ഈവൻ എൻ്റെ നാട്ടിലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. ആ ഉറപ്പ് തരാനാണ് ഞാൻ നിങ്ങളിലേക്കും എത്താൻ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ എൻട്രൻസിന് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ സംബന്ധിച്ച് അവരുടെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് വളരെ വലിയൊരു അസറ്റാണ്. കാരണം ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ഒക്കെ ആണല്ലോ ഇവർ. നമ്മൾ എവിടെ ചെന്നാലും ഇവർ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യും. അതൊക്കെ വലിയൊരു സന്തോഷമാണ്. ഈ വിദ്യാർത്ഥികളുടെയൊക്കെ മനസ്സിൽ നമുക്കൊരിടം നേടാൻ പറ്റുന്നതൊക്കെ വലിയൊരു അനുഗ്രഹവും ഭാഗ്യവും തന്നെയാണ്. എൻട്രൻസിന് പഠിക്കുന്ന ഏതൊരു കുട്ടിയെ സംബന്ധിച്ചും നമ്മുടെ കിറ്റിലാൽ സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റ് ഈസിയാക്കാൻ ഷോർട്ട് കട്ടുകളോ ട്രിക്സുകളോ ടെക്നിക്സോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ഏറ്റവും വലിയ സത്യമാണ്. നമുക്ക് ട്രിക്സും ടെക്നിക്സും ഷോർട്ട് കട്ട്സും ഒക്കെ പഠിക്കാം. എപ്പോഴാണ് അത് പഠിക്കേണ്ടത്? സബ്ജക്റ്റിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അതിലേക്കൊക്കെ പോകുന്നതാണ് നല്ലത്. അല്ലാതെ ചുമ്മാതെ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ എൻ്റെ ഈ ചാനലിലൂടെ ഫേക്ക് വാഗ്ദാനങ്ങൾ തരാം, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യൂ, ഞാൻ പഠിപ്പിക്കുന്നത് മാത്രം നിങ്ങൾ പഠിക്കൂ, ഞാൻ പറയുന്ന കണ്ടൻറ്റ് മാത്രം നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടും, അങ്ങനെ പറയുന്നത് കൊണ്ട് ചിലപ്പോൾ എൻ്റെ ചാനലിനൊരു റീച്ച് ഉണ്ടാവാം, ചിലപ്പോൾ കുറേ പേരോട് എന്നെ ഫോളോ ചെയ്യാം, പക്ഷേ നിങ്ങൾക്കൊരു ഗുണവും ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരു ഫേക്ക് വാഗ്ദാനം നൽകാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. നമ്മളുടെ ഈ ചാനലിന് അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. നമ്മൾക്കൊരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. എൻട്രൻസിന് പഠിക്കുന്ന, അത് JEE ആയിക്കോട്ടെ, നീറ്റ് എക്സാം ആയിക്കോട്ടെ, കുട്ടികൾക്ക് ഫിസിക്സിൻ്റെ കണ്ടൻറ്റ് പ്രോപ്പറായിട്ട് എത്തിക്കുക, ആ കോൺസെപ്റ്റ് അവരുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറക്കുക. അങ്ങനെ ഒരു സുഹൃത്താവാൻ, അങ്ങനെ ഒരു അധ്യാപകനാവാനാണ് എനിക്കും ഇഷ്ടം. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു പഴയ കോട്ടാണ് ഓർമ്മ വന്നത്. നിങ്ങളെല്ലാവരും കേട്ട് പരിചയമുള്ളൊരു കോട്ട്, എവറിതിങ് ഈസ് ഹാപ്പനിങ് ഫോർ എ റീസൺ. ചിലപ്പോൾ ആ കാരണത്താലാവും ഞങ്ങളിങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നത്, നിങ്ങളോട് ഞാൻ ഇവിടെ ഇരുന്ന് ഈ സംസാരിക്കുന്നത്. അപ്പോൾ എങ്ങനെ മക്കളെ, നമ്മൾ തുടങ്ങുകയല്ലേ? നിങ്ങളുടെ ഒപ്പം ഞങ്ങളുണ്ടാവും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ഒപ്പം നിങ്ങളും ഉണ്ടാവണം. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, നമുക്ക് ഒരുമിച്ച് നേടാം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. സ്റ്റേ ട്യൂൺ.